ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്നിവിടെ ചൂര അച്ചാറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കിലോ ചൂര നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചൂര, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മണിക്കൂർ നമ്മൾ അങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കരുത്, ഒരു മീഡിയം ഫ്രൈയിൽ നിർത്തണം. ഇടയ്ക്ക് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ആവശ്യം. ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നെക്സ്റ്റ് വേണ്ടുന്നത് കറിവേപ്പിലയാണ്. അത് വീട്ടിൽ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നേരത്തെ ഫ്രൈ ചെയ്ത ആ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജിഞ്ചർ ചോപ്പ് ചെയ്തതും പിന്നെ അത് കണക്ക് ഗാർലിക്കും ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് ചില്ലീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. നമ്മൾ അതേപോലെ തന്നെ എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് അടിയിൽ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിനാഗിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വളരെ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അച്ചാർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.